നമസ്കാരം. ഞാൻ ഡോക്ടർ റീന കെ ചിറ്റിലപ്പള്ളി, തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ചീഫ് ഡയറ്റീഷ്യനാണ്. 97-2000 കാലഘട്ടത്തിൽ തൃശൂർ വിമല കോളേജിൽ നിന്ന് ബോട്ടണിയിലാണ് ഞാൻ ബിരുദ പഠനം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 20 വർഷമായി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വിമല കോളേജിന്റെ ടോക്ക് സീരീസിൽ എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയവും ഭക്ഷണത്തെക്കുറിച്ച് തന്നെയാണ്. സത്യത്തിൽ 23 വർഷം മുമ്പ് ഞാൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ, അതിന്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടൊന്നുമല്ല. വുമൻസ് കോളേജ് കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു കോഴ്സ് എന്ന് മാത്രം ചിന്തിച്ച് തിരഞ്ഞെടുത്ത ഒരു കോഴ്സാണ്. സത്യത്തിൽ ഭക്ഷണത്തെക്കുറിച്ച് ഇത്രയധികം പഠിക്കാനുണ്ടോ എന്ന് പോലും ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 20 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ പ്രയോജനപ്രദമായ ഒരു കോഴ്സ് തന്നെയാണ് ഇത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പല ഡിവിഷൻസ് ആയിട്ടാണ് സത്യത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയിടം മുതൽ നമ്മുടെ പ്ലേറ്റിൽ എത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും അതിൽ കണ്ടാമിനേഷൻസ് കുറയ്ക്കാനായിട്ട് പല ഇൻസ്ട്രക്ഷൻസും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ, ഓരോ ഏജ് ഗ്രൂപ്പിലും ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, പ്രത്യേകിച്ചും ഗർഭിണികളിലെ, കുട്ടികളിലെ, പ്രായമായവരിലെ അവർക്കൊരു ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് പോകാതെ തന്നെ എങ്ങനെ അവരുടെ വെയിറ്റ് കൂട്ടാനാവും, അതല്ലെങ്കിൽ വളർച്ച പൂർത്തിയാക്കാനാകും എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്നത്. ഇനി ഡയറ്ററ്റിക്സിലാണെങ്കിലോ ഓരോ അസുഖത്തിനനുസരിച്ചും ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ആ ഒരു അസുഖത്തിന്റെ തീവ്രത നമുക്ക് എങ്ങനെ കുറയ്ക്കാനാകും എന്നുള്ള കാര്യങ്ങളാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ കൊറോണയ്ക്ക് ആയതിനു ശേഷമായിരിക്കാം കൂടുതൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് നമുക്കൊരു അസുഖം വരാതിരിക്കാനായിട്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അതിന് പറയാവുന്ന ഒരേ ഒരു മറുപടി എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? നമുക്കറിയാം മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് ശരീരത്തിൽ കൂടുതൽ അളവിൽ ആവശ്യമായവയാണ്. ഈ മാക്രോ ന്യൂട്രിയൻസിൽ പ്രധാനമായിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയാണ്. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസും മിനറൽസും അടങ്ങുന്ന മൈക്രോ ന്യൂട്രിയൻസ് ആവശ്യമായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് മറന്നു പോകരുത്. ഇതിനോട് കൂടെ തന്നെ നിൽക്കുന്ന മറ്റൊരു സെക്ഷനാണ് ഫങ്ഷണൽ ഫുഡ് എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ ലെവലിൽ വേറെ പ്രത്യേകതകളൊന്നും നമുക്ക് പറയാനില്ലെങ്കിലും നമ്മുടെ ഹെൽത്തിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് തരുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ ഫങ്ഷണൽ ഫുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫങ്ഷണൽ ഫുഡുകളും ആവശ്യമായ രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമായ ഫ്ലൂയിഡ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ കുറച്ചു നേരം ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുക, അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയം ഉറങ്ങാനായിട്ട് മാറ്റിവെക്കുക. ഇതെല്ലാമാണ് നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഭാഗങ്ങളാക്കി തന്നെ ശീലിക്കേണ്ടതാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പുതിയൊരു കോൺസെപ്റ്റാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നത്. സത്യത്തിൽ ഒരു ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റാണെന്നാണ് പറയുന്നത് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത്. നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള വിശപ്പ് മാറ്റാൻ മാത്രമല്ല, അതിലുപരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു വിശപ്പ് മാറ്റാനും കൂടി എങ്ങനെ നമുക്ക് ആ രീതിയിൽ മാറ്റാൻ പറ്റും എന്നാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മോട് പറയുന്നത്. അതിന് അവർ കുറേ സജഷൻസ് തരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളൊരു ഭക്ഷണം അത് പർച്ചേസ് ചെയ്യുന്ന സമയം മുതലേ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് ഫ്രം യുവർ ഷോപ്പിംഗ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ലെസ് പ്രോസസ്ഡ് അല്ലെങ്കിൽ നോട്ട് പ്രോസസ്ഡ് ഫുഡ്, മിനിമലി പ്രോസസ്ഡ് ഫുഡ് എന്നുള്ള സെക്ഷനൊക്കെ മാറി ഇപ്പൊ സൂപ്പർ പ്രോസസ്ഡും അൾട്രാ പ്രോസസ്ഡ് ഫുഡുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം നമ്മുടെ ഒറിജിനൽ പ്രൊഡക്റ്റുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത രീതിയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയം മുതലേ തന്നെ നമ്മുടെ ഭക്ഷണം സാധാരണ ഭക്ഷണമാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു സമയം തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഭക്ഷണം സാവധാനത്തിൽ, ചെറിയ പോർഷൻസ് ആയിട്ട് എടുത്ത് സാവധാനത്തിൽ ചവച്ചരച്ച് ഭക്ഷണത്തിന്റെ ഓരോ ടേസ്റ്റും മനസ്സിലാക്കി കഴിക്കാനാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മോട് പറയുന്നത്. ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത്. നമുക്കറിയാം ഒരു ഭക്ഷണം കൃഷി ചെയ്യുന്ന കർഷകൻ തുടങ്ങി നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെ എത്രയോ കൈ മറഞ്ഞാണ് എത്തിപ്പോരുന്നത്. ഈ ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുന്നവരെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒന്ന് ഓർക്കാനും അവരോട് മനസ്സിലൊന്ന് നന്ദി പറഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചിന്താഗതിയാണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മളോട് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത്രയ്ക്കൊക്കെ സജഷൻസ് തരാനായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടലുകൾ നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ് നമ്മുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വിടുന്നത്.
പലപ്പോഴും ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് ആ ഇന്ന അസുഖം മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് നാളിപ്പോൾ ഏറ്റവും അടുത്ത് കണ്ടതാണ്, ഒരു ഡയബറ്റിക് പേഷ്യന്റ് എത്ര വേണമെങ്കിലും കഴിക്കാമെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു അരി, സാധാരണ അരിയെക്കാട്ടും 10-20 വില കൂടുതൽ കൊടുത്തിട്ട്, നമുക്കറിയാം നമ്മൾ മലയാളികൾക്കെല്ലാം ചോറ് എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആണ്. അപ്പൊ അങ്ങനെ ഡയബറ്റിക് പേഷ്യന്റ് കഴിക്കാവുന്ന ഒരു അരി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിലോട്ട് നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ പ്രഷറുള്ള ആളുകൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാമെന്ന് പറയുന്ന ഒരു ഉപ്പ്, ഇനി അതുമല്ല ക്യാൻസർ വരെ മാറുമെന്ന് അവകാശപ്പെടുന്ന ഒരു പഴങ്ങള്, ഇതെല്ലാം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയാസിലും പല തെറ്റിദ്ധരിപ്പിക്കപ്പെടലുകൾ നടക്കുന്നുണ്ട്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് എ സിംഗിൾ ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭക്ഷണം തന്നെ ഏത് അസുഖത്തിനും പകരം വെക്കാവുന്ന ഒരു ഭക്ഷണമായിട്ട് ചില ഭക്ഷണങ്ങളെ അവർ മഹത്വവൽക്കരിക്കുന്നുണ്ട്. അതും സാധാരണക്കാരിലെ പല തെറ്റിദ്ധരിക്കപ്പെടലുകളും നടക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും ഒരു വിവരശേഖരണം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവരുമായിട്ട്, അതല്ലെങ്കിൽ സയൻസ് ആൻഡ് എത്തിക്സ് ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് നടത്തുന്നവരുടെ അടുത്ത് സംസാരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും സമീപിക്കാവുന്നതാണ്. അമല ഹോസ്പിറ്റലിൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് മറന്നു പോകരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നമ്മുടെ ഗ്രോത്ത് നടക്കാനും അതുപോലെ നമ്മൾ അസുഖങ്ങളിൽ നിന്ന് മാറ്റാനും സഹായിക്കുന്നതാകണം. അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതും കൂടി ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. താങ്ക് യു.